ബഹുമാനപ്പെട്ട പണ്ഡിതൻ പ്രൊഫസർ ആരിസ് ബിൻ സലീമിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. നമ്മളെ സെഷന് കണക്കായിട്ട് ചായ വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ചായ ഒന്ന് ശ്രദ്ധിച്ച് കുടിച്ചാൽ സംസാരവും അതേപോലെ തന്നെ ചായ കൂടി ഒന്നിച്ച് നടക്കും തോന്നുന്നുണ്ട്. പിന്നെ നമ്മുടെ ജീവിതത്തിൽ വളരെ ഗൗരവതരമായ ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ പ്രൊഫഷൻ വളരെ അധികം നമ്മൾ ശ്രദ്ധ ചെലുത്തുന്ന കാര്യമാണ്. നമ്മുടെ ആരോഗ്യം നമ്മൾ ശ്രദ്ധ ചെലുത്തുന്ന കാര്യമാണ്. പക്ഷേ ഇതൊക്കെ നമുക്കുണ്ടെങ്കിലും നമ്മളിലെ ആണായാലും പെണ്ണായാലും ഏതെങ്കിലും നിലക്കൊരു അവിഹിതം ഏതെങ്കിലും ഒരു സ്ത്രീയോടോ അല്ലെങ്കിൽ തിരിച്ചൊരു സ്ത്രീക്കൊരു പുരുഷനോടോ മാനസികമായൊരു അടുപ്പം തോന്നിയെന്ന് വിചാരിക്കുക. ഏതോ ഒരു നിമിഷത്തിൽ അങ്ങനെ തോന്നിയെന്ന് വിചാരിക്കും നിങ്ങൾ. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ അത് വിവാഹിതനാണെങ്കിലും വിവാഹിതനല്ലാത്ത ആളാണെങ്കിലും പിന്നെ അയാളുടെ ശ്രദ്ധ മുഴുവനും ആ വ്യക്തിയിൽ കേന്ദ്രീകരിക്കപ്പെടും. ഒരുപക്ഷെ ഏറ്റവും അധികം വരുമാനമുള്ളൊരു ബിസിനസ് ചിലപ്പോൾ അയാൾ അശ്രദ്ധമായി പോകും. അയാളുടെ മതപരമായ കാര്യങ്ങളിൽ അശ്രദ്ധമായി പോകും. അതിന് മാത്രം അയാളുടെ ഏകാഗ്രത ആ സ്ത്രീയിൽ കേന്ദ്രീകരിക്കപ്പെടും. തിരിച്ചല്ലെങ്കിൽ ഒരു സ്ത്രീക്കാണെങ്കിൽ ഒരു പുരുഷനിൽ കേന്ദ്രീകരിക്കപ്പെടും. നമ്മൾ അത്രമാത്രം ഒരു വ്യക്തിയെ ആകർഷിക്കാനും തന്നിൽ കേന്ദ്രീകരിപ്പിക്കാനും കഴിയുന്നതാണ് ഒരാണും പെണ്ണും തമ്മിലുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ. ഇനി ചില ആളുകളൊക്കെ ചില സ്ത്രീകളൊക്കെ പറയുമ്പോൾ കേൾക്കണം, ലക്ഷക്കണക്കിന് രൂപയൊക്കെ അക്കൗണ്ടിലുള്ള ആളുകൾ ഈ അവിഹിത ബന്ധത്തിലുള്ള സ്ത്രീകൾക്ക് വേണ്ടി ആ ലക്ഷക്കണക്കിന് രൂപ അവർ ട്രാൻസ്ഫർ ചെയ്തായിട്ടൊക്കെ കാണാൻ പറ്റും. അപ്പോൾ എന്തും കൊടുത്ത് എങ്ങനെ വേണമെങ്കിലും പരിഗണിക്കാമെന്ന നിലക്ക് ഒരു സ്ത്രീക്കൊരു പുരുഷനിലേക്കും ഒരു പുരുഷൻ്റെ സ്ത്രീക്കുമുള്ള ബന്ധത്തിന് സാധ്യമാകുമെങ്കിൽ നമുക്ക് മാത്രമായി തന്ന ഒരു സ്ത്രീയെ അല്ലെങ്കിൽ നമുക്ക് മാത്രമായി തന്ന ഒരു പുരുഷനോട് ഇതേപോലെ ഏത് സമയത്തും അവൾ മാത്രം അല്ലെങ്കിൽ അവൻ മാത്രം എന്നുള്ള ഒരു ചിന്തയിലേക്ക് നമ്മുടെ മാനസികാവസ്ഥ വിവാഹത്തോടുകൂടെ പരിവർത്തിപ്പിക്കപ്പെടുകയാണെങ്കിൽ ഒരു പ്രശ്നമല്ല. പിന്നെ ദാമ്പത്യത്തെക്കുറിച്ച് സംശയ നിവാരണ ക്ലാസ് ഒന്നും ആവശ്യമില്ല. പക്ഷെ അത്തരത്തിലുള്ളൊരു ശ്രദ്ധയും ആകർഷണീയതയും ഭാര്യയ്ക്ക് ഭർത്താവിനോടോ ഭർത്താവിന് ഭാര്യയോടോ തോന്നുന്നില്ല എന്നുള്ളതാണ് അടിസ്ഥാന പ്രശ്നം. നമ്മൾ ഇത്രമാത്രം ഈ സ്ത്രീ പുരുഷന് വേണ്ടിയും പുരുഷൻ സ്ത്രീക്ക് വേണ്ടിയും മനസ്സ് കേന്ദ്രീകരിക്കപ്പെടുന്നുണ്ടോ എന്ന് വെച്ചാൽ ഒരാൾക്ക് വേണ്ട അനിവാര്യ കാര്യം ആ ബന്ധത്തിൽ നിന്ന് കിട്ടും. ഒന്ന് ഏറ്റവും ആസ്വാദകരമാണ് സെക്സ് എന്ന് പറയുമ്പോൾ ചെറും ശാരീരിക ബന്ധം മാത്രമല്ല, നോട്ടം, സംസാരം. ഒരു പെണ്ണിനോട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്രമാത്രം ഒരു പുരുഷൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഏറ്റവും വലിയ എൻ്റർടൈൻമെൻറ്റ് അതുകൊണ്ട് കിട്ടുന്നതുകൊണ്ട് മനുഷ്യന് ജീവിതത്തിൽ ഏറ്റവും താല്പര്യം തൻ്റെ വിനോദങ്ങളോടാകുന്നതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ ആ സ്ത്രീയിൽ കേന്ദ്രീകരിക്കപ്പെടും. തിരിച്ചാണെങ്കിലും അങ്ങനെ ചെയ്യും. പിന്നെ ഒന്ന് മനസ്സമാധാനമാണ്. നമ്മൾ ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിലും ജോലികൾക്കിടയിലും ഒരു മനസ്സമാധാനം കിട്ടാൻ ഒരാണും പെണ്ണും തമ്മിൽ ആശയ കൈമാറ്റം ചെയ്യുമ്പോൾ സാധ്യമാകും. അപ്പോൾ ജീവിതത്തിൽ വേണ്ടതെല്ലാം ലഭിക്കാൻ നമ്മുടെ ഭാര്യയിൽ നിന്ന് സാധ്യമാണ്, തിരിച്ച് ഭർത്താവിൽ നിന്ന് സാധ്യമാണ്. പക്ഷെ അങ്ങനത്തെ ഒരു മനസ്സും ഇഷ്ടവും നമുക്ക് വേണമെന്നുള്ളതാണ്. ഞാനതിൻ്റെ ഒരു പ്രായോഗികത പറയാം. എൻ്റെ ഒരു സുഹൃത്ത് അടുത്ത കാലത്ത് മരണപ്പെട്ടു. അപ്പോൾ അദ്ദേഹം ക്യാൻസർ രോഗിയായിട്ടാണ് മരണപ്പെട്ടത്. അപ്പോൾ അദ്ദേഹത്തിന് ക്യാൻസർ വന്ന് ഏകദേശം ഒരു 4-5 വർഷം വീണ്ടും ജീവിതം ലഭിച്ച ഒരാളാണ് അയാൾ. അങ്ങനെ അയാൾ മരിക്കുമെന്ന് അയാൾക്കറിയാം. മരിച്ചാലുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ അയാളുടെ ഭാര്യ എന്ത് ചെയ്യും, ഒറ്റപ്പെട്ടു പോകുമെന്ന് അയാൾക്കറിയും. കാരണം അവരെ ശ്രദ്ധിക്കാൻ പ്രത്യേകിച്ച് ആൾക്കാരൊന്നുമില്ല. അങ്ങനെ ഇയാൾ മരിച്ചു. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. മരണം കഴിഞ്ഞ് ഏകദേശം എനിക്ക് തോന്നുന്നത് കുറേ മാസങ്ങൾ പിന്നിട്ടു. അങ്ങനെ മാസങ്ങൾ പിന്നിട്ട് അയാൾ രോഗിയായി കിടന്നിരുന്ന അലമാര തുറന്നപ്പോൾ ഈ സ്ത്രീ ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്. അതുകൊണ്ട് അവർക്കെപ്പോഴും അടുക്കളയിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, വല്ല മുറിവൊക്കെ ആയിക്കഴിഞ്ഞാൽ ബ്ലീഡിങ് വരും. അപ്പോൾ ആ ബ്ലീഡിങ് പ്രതിരോധിക്കാൻ എപ്പോഴും അവർക്ക് എന്തൊരു ബാൻഡേജ് വേണം. അപ്പോൾ വർഷങ്ങളോളം ഉപയോഗിക്കാനുള്ള ബാൻഡേജ് അയാൾ ഒരു പാത്രത്തിലാക്കി ഒരു ചെറിയ കവറിലാക്കി അതിൽ വെച്ചിട്ടുണ്ട്. വീണ്ടും അവർ ആ അലമാര പരിശോധിച്ചപ്പോൾ അതിൽ പിന്നെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ റിമോട്ടിൻ്റെ ബാറ്ററികളാണ്. അതായത് താൻ പുറത്തു പോയി സാധനം വാങ്ങിക്കൊണ്ടുവരാനില്ലാത്ത സമയത്ത് ഭാര്യയ്ക്ക് എപ്പോഴും ആവശ്യമുള്ള ബാൻഡേജും റിമോട്ടിൻ്റെ ബാറ്ററിയും അവിടെ വർഷങ്ങളോളം അവർക്ക് ഉപയോഗിക്കാനുള്ളത് അയാൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ആ മനസ്സ്, അതാണ് ഒരു ഭർത്താവിൻ്റെ മനസ്സ്. കരുതൽ എന്തൊക്കെ നമുക്ക് പറയാൻ പറ്റും എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല, ഞാൻ മരിച്ചാൽ പോലും എൻ്റെ വൈഫ് കയ്യിൽ കത്തി തട്ടിയാൽ എന്ത് ചെയ്യുമെന്ന് ചിന്തിക്കുന്നൊരു മനസ്സുണ്ടല്ലോ. അത്ര സ്നേഹം തരാൻ, അത്രമാത്രം കരുതൽ തരാൻ
ലോകത്ത് ഒരാൾക്കും പറ്റില്ല. ഞാൻ തിരിച്ചൊന്നും കൂടെ പറയാം. ഞാൻ എപ്പോഴും എൻ്റെ പ്രസംഗത്തിൽ പറയുന്ന അനുഭവമാണ്, എങ്കിലും നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവാൻ അത് ഉപകരിക്കുന്നില്ലൊക്കെ ഞാൻ പറയാം. അതായത് ഒരു ആൾ മരിക്കണം. ആ മരിക്കണ സമയത്ത് ഞാനുണ്ട് ആ സ്പോട്ടിലാണ് മരിക്കണത്. നമ്മുടെ അടുത്തിരിക്കുന്നുണ്ട്, എൻ്റെ ഒരു രക്തബന്ധു ആവുന്നതുകൊണ്ട് ഞാൻ അടുത്തുണ്ട്. അപ്പോൾ ആ മരിക്കണ സമയത്ത് 5 വർഷത്തോളം എന്താ വെച്ചാൽ അയാളെ പരിചരിച്ച് വീൽ ചെയറിൽ ഇരുത്തി പരിചരിച്ച് ഭക്ഷണം കൊടുത്ത് മലമൂത്ര വിസർജനങ്ങൾ വൃത്തിയാക്കി കൊടുത്ത് വീൽ ചെയറിൽ ഉന്തി എല്ലാ നിലക്കും അയാളെ പരിചരിച്ച ഒരാളാണ്. അപ്പം അത്രമാത്രം ബുദ്ധിമുട്ട് രോഗി മരിക്കുമ്പോൾ തൽക്കാലം ഒരു ആശ്വാസമായി നല്ല ചിന്തിക്കാം. ആ കെലിമ ചൊല്ലി കണ്ണുകളൊക്കെ അടച്ചു കൊടുക്കുന്ന സമയത്ത് ആ സ്ത്രീ പറഞ്ഞത്, ഭാര്യ പറഞ്ഞത്, ചെറുപ്പക്കാരിയായ ആ ഭാര്യ പറയുന്നത്, കുറച്ച് വർഷം കൂടി നോക്കാൻ സമയം കിട്ടിയില്ലല്ലോ എന്ന്. ആ മനസ്സ് നമ്മൾ അറിയിക്കണം. കുറച്ച് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ രോഗിയായി കിടന്ന് കുറച്ച് കാലം കൂടി കൂടെ നിൽക്കാൻ അവസരം കിട്ടിയില്ലല്ലോ എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീക്ക് തൻ്റെ ഭർത്താവിനോടുള്ള മാനസികാവസ്ഥ എന്താണ്? ഇതിൽ രണ്ടിലും ഭർത്താവ് എന്ത് ചെയ്യണം, ഭാര്യ എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ ഈ പറഞ്ഞ ഉദാഹരണത്തിലുണ്ട്. ഭർത്താവ് എന്താ ചെയ്യേണ്ടത്? ഭാര്യ എന്ത് ചിന്തിക്കുന്നുവോ അത് മുഴുവനും പരിഹരിച്ചു കൊടുക്കുന്ന ഒരു രക്ഷിതാവായി കൂടെ വേണം. അങ്ങനത്തെ ഒരു ഭർത്താവ് സമ്പൂർണ്ണനാണ്, തൻ്റെ ദൗത്യം വിജയിച്ച ഒരു ഭർത്താവാണ്. എൻ്റെ ഭർത്താവിന് എന്തെല്ലാം പരിചരണങ്ങളും അനുസരണങ്ങളും ആവശ്യമുണ്ടോ അത് മടുപ്പില്ലാതെ, എത്ര ചെയ്താലും മടുപ്പില്ലാതെ, എന്തു തന്നെ ചെയ്യേണ്ടി വന്നാലും ഞാൻ കൂടെ ഉണ്ടാകും എന്നതാണ് ഒരു ഭാര്യയുടെ മനസ്സ്. ഇത് 2 പേർക്കും ഉണ്ടെങ്കിൽ ദാമ്പത്യത്തിൽ പരിഹരിക്കേണ്ടതായ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല എന്നാണ്. ഇങ്ങനെ മനസ്സടുപ്പമുള്ള 2 ആളുകൾ എത്ര ശക്തിയുള്ള, എത്ര ശേഷിയുള്ള ആൾക്കാരേക്കാരം. ഇപ്പോൾ നിങ്ങളിലൊക്കെ ഒരാൾക്ക് എന്തുമാത്രം കപ്പാസിറ്റി ഉണ്ട്, ഒരു ഹോട്ടൽ അല്ലെങ്കിൽ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു സ്ഥാപനം അത് മുഴുവനും മോണിറ്റർ ചെയ്ത് കൊണ്ടുപോകാൻ മാത്രം കപ്പാസിറ്റി ഉണ്ട്. നിങ്ങളുടെ വൈഫും എഡ്യൂക്കേറ്റഡ് ആണ്. ഈ 2 പേരുടെയും കൂടി കഴിവ് നിങ്ങളുടെ മക്കളെ 2 or 3 മക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ ആ മക്കൾ ഒരു അത്ഭുതമായിരിക്കും, ലോകത്തൊരു മഹാത്ഭുതമായിരിക്കും. നിങ്ങളുടെ 2 പേരുടെയും കഴിവിനെ നിങ്ങൾ ആലോചിച്ചും ചിന്തിച്ചും ആസൂത്രണം ചെയ്തും ആ കുട്ടികൾക്ക് വേണ്ടി വിനിയോഗിക്കുകയാണെങ്കിൽ ആ കുട്ടികൾ ഈ ലോകത്തൊരു അത്ഭുതമായിരിക്കും. യോജിപ്പോടുകൂടെ 2 പേരുടെയും കഴിവുകളെ ചർച്ച ചെയ്ത് ആലോചിച്ച് ഒന്നിച്ച് ചേർന്ന് കുട്ടികളോടൊപ്പം ചേരാൻ പറ്റണമെങ്കിൽ നമ്മൾ തമ്മിൽ ആത്മബന്ധം വേണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വ്യക്തി എന്ന് പറഞ്ഞാൽ, ഏറ്റവും നമുക്ക് ആവശ്യമുള്ള വ്യക്തി ഭാര്യയാണെന്നും ഭർത്താവാണെന്നും മനസ്സിലാക്കി ഉൾക്കൊണ്ട് ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് ആ സ്നേഹബന്ധത്തിൽ നമ്മുടെ മക്കളെ നമ്മൾ കൂടെ ചേർത്ത് മുന്നോട്ട് പോയാൽ ദാമ്പത്യത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും എന്നാണ് ഒരു ആമുഖം എന്ന നിലക്ക് ചുരുക്കി പറയാനുള്ളത്. ഇനി ഇൻഷാ അല്ലാഹ് ചോദ്യത്തിലൂടെ നമുക്ക് കടന്നു പോകാമെന്ന് വിചാരിക്കുന്നു. പലപ്പോഴും കുടുംബത്തിന് വേണ്ടിയൊക്കെ സമയം ചെലവഴിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അവർക്കും അവരുടെ ആ ഒരു ജോലി ഭാരം മൂലം, ഇപ്പോൾ ഇവിടെ എഴുതി കിട്ടിയ ഒരു ചോദ്യത്തിൽ ഒരാൾക്ക് 12 മണിക്കൂർ വരെയൊക്കെയാണ് ജോലി എടുക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെ നമ്മൾ കുടുംബത്തിന് വേണ്ടി സമയം ചെലവഴിക്കും, കണ്ടെത്തും എന്നതാണ് പലർക്കും അറിയാൻ ആഗ്രഹമുള്ള ഒരു വിഷയം. ഞാൻ പറഞ്ഞ ഏറ്റവും അധികം ബുദ്ധിശൂന്യമായ ഒരു പരിപാടിയാണ് ഈ ജോലിക്കൊരു സമയമോ ഒരു പരിധിയോ ഒരു ടാർഗറ്റോ ഒന്നും നിശ്ചയിക്കാതെ ജോലിയിൽ നിരതമാവുക എന്നുള്ളത് ഒരു പൊട്ടത്തരാണെന്നാണ് നമുക്ക് നാടൻ ഭാഷയിൽ പറയാൻ പറ്റും. ഇത് ജോലിയും ശമ്പളമൊക്കെ എന്തിനറിയങ്ങൾ നമുക്ക് എൻജോയ് ചെയ്യാനാണ്. ആ പണം നമ്മൾ അനുഭവിക്കണം. അത് എന്നെ അനുഭവിക്കുക? നമ്മുടെ പണം നമുക്ക് ആസ്വദിക്കാനും അനുഭവിക്കാനുള്ളതാണ്. നല്ലൊരു റിസോർട്ടിൽ മക്കളെയും കൂട്ടി ഒരു 5 ദിവസം താമസിക്കാൻ നമുക്ക് പറ്റുമെങ്കിൽ അത് നമ്മൾ എൻജോയ് ചെയ്യാണ്. നമ്മുടെ വൈഫിൻ്റെ കൂടെ 1 മണിക്കൂർ ഇരിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിൻ്റെ വലിയൊരു എൻജോയ്മെൻ്റാണ്. നമ്മൾ ഈ യുവത്വത്തിലൊക്കെ നല്ല പ്രായത്തിലൊക്കെ ഏറ്റവും നല്ല സമയം, യാതൊരു പരിമിതികളും സമയവും നിശ്ചയിക്കാതെ ജോലി ചെയ്ത് വിശ്രമിക്കാതെ ഉറങ്ങാതെ ഭക്ഷണം കഴിക്കാതെ ബാത്റൂമിൽ പോവാതെ എന്താണ് ഈ പണം കൊണ്ടൊരു കാര്യം എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഈ പണം നമുക്ക് ഉപയോഗിക്കാൻ, ഒരു ദിവസം നമ്മൾ പണം സമ്പാദിക്കാൻ, നിങ്ങൾക്കൊരു ദിവസം 5000 രൂപ വരുമാനമുണ്ടെങ്കിൽ ആ 5000 രൂപ ഒരു ദിവസത്തേക്ക് നിങ്ങൾക്ക് ചിലവഴിക്കാനുള്ളതാണ്. അത് മുഴുവൻ തീർക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. എത്രമാത്രം വരുമാനവും സൗകര്യവും നിങ്ങൾക്കുണ്ടോ ആ അനുഗ്രഹങ്ങളെ അനുഭവിക്കാൻ കൂടെ സമയം കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പണത്തിന് എന്താ അർത്ഥമാണുള്ളത്? അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് വെറുതെ ജോലി ചെയ്യാന്നില്ല. ഈ ജോലി കൊണ്ട് കിട്ടുന്ന പണം നമ്മുടെ ലൈഫിൽ അനുഭവിക്കുവാനും ആസ്വദിക്കുവാനുമുള്ള
ഒരു സമയം കൂടെ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടെത്തണം. ഇതില്ലെങ്കിൽ എന്താ അറിയോ, നമ്മുടെ ആരോഗ്യം നശിക്കും, നമ്മുടെ ജീവിതം നശിക്കും, നമ്മുടെ ബന്ധങ്ങൾ നശിക്കും. ഞാൻ പലപ്പോഴും ചിന്തിക്കും, നിങ്ങളുടെ കുട്ടികളെ കണ്ടല്ലോ, നിങ്ങളുടെ കുട്ടികൾ, ഒരു കുട്ടി ജനിച്ച് വരുന്ന സമയം മുതൽ ഓരോ ദിവസങ്ങളും ഓരോ മാസങ്ങളിലും ആ കുട്ടി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറ്റത്തിലെല്ലാം കൂടെ നിൽക്കുന്ന മാതാപിതാക്കൾക്ക് വ്യത്യസ്ത ദൗത്യമാണ് നിർവഹിക്കാനുള്ളത്. അതായത് ഞാനൊരു വാപ്പയാണെങ്കിൽ 1 വയസ്സായ എൻ്റെ കുട്ടിക്ക് നൽകേണ്ടത് 1 വയസ്സിൽ ഞാൻ നൽകേണ്ടത് വാപ്പ എന്ന നിലയ്ക്ക് നൽകേണ്ടതല്ല, ഞാൻ 7 വയസ്സിൽ നൽകേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങളൊരു സമയം കണ്ട് പ്രായത്തിൽ നൽകാത്ത ഒന്നും പിന്നെ നിങ്ങൾക്ക് നൽകാൻ പറ്റില്ല. നിങ്ങളുടെ വൈഫിന് ഏജ് ആവുകയാണ്, നിങ്ങളുടെ ഭർത്താവിന് ഏജ് ആവുകയാണ്. അതുകൊണ്ട് നഷ്ടപ്പെടുന്ന ഒരു ദിവസവും നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ജീവിതത്തിൽ സമ്പാദിക്കുന്നതോടൊപ്പം ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ ലൈഫ് പേഴ്സണലായിട്ടും കുടുംബപരമായിട്ടും അനുഭവിക്കാനും ആസ്വദിക്കാനും കൂടെയുള്ള സമയം കൂടെ കണ്ട് മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു ബുദ്ധിശൂന്യമായ നിലക്കാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോണത് എന്ന് പറയേണ്ടി വരും. പ്രൊഫഷനുകളിൽ പലരും ഭാര്യയും ഭർത്താവും ഒക്കെ ജോലി ചെയ്യുന്ന ആളുകളാണ്. അവർ സമ്പാദിക്കുന്നുണ്ട്, അവർ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കുടുംബജീവിതമാകുമ്പോൾ ആ കുടുംബത്തിൽ ആര് ചെലവഴിക്കണം, എങ്ങനെ ചെലവഴിക്കണം, എത്ര കണ്ട് ചെലവഴിക്കണം, അതൊക്കെ പലപ്പോഴും പല ആളുകൾക്കുമുള്ള ഒരു കൺഫ്യൂഷനാണ്. ഇസ്ലാമികമായി കൊണ്ടുള്ള ഒരു ശരിയായ ഒരു കാഴ്ചപ്പാട് എന്താണത്? കഴിഞ്ഞ ദിവസം ഒരാൾ ആവർത്തിച്ച് എന്നോട് മെസ്സേജ് ചോദിക്കുന്നത്, ഈ പാത്രം കഴുകലും വീട്ടിലെ കുക്കിങ്ങും വൈഫിൻ്റെ ഡ്യൂട്ടി തന്നെയല്ലേ, നിങ്ങൾ ഇസ്ലാമികമായിട്ട് പറയണമെന്നാണ് എന്നോട് പറഞ്ഞത്. അത് വൈഫിൻ്റെ ഡ്യൂട്ടി തന്നെയാണോ? അപ്പം ഞാൻ പല നിലക്കും അവർ തമ്മിലുള്ള തർക്കം ഉണ്ടായിട്ട് എന്നെ തെളിവെടുക്കാനാണ് വിചാരിച്ച് ഞാനൊരു വോയിസ് ഇടുമ്പോൾ വളരെ സൂക്ഷിച്ച് മറുപടി പറയാതൊക്കെ കുറേ ശ്രദ്ധിച്ച് നോക്കി. പക്ഷെ എന്നെ വല്ലാതെ എന്നെ നിർബന്ധിച്ച് കളഞ്ഞു. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു വിഭജനം തന്നെ അല്ല സുഹൃത്തുക്കളെ. ഞാൻ പറഞ്ഞ ആ വിഭജനത്തിൽ തന്നെ അർത്ഥമില്ല. കാരണം ഇപ്പം നിങ്ങളുടെ വൈഫ് ജോലിക്കാരിയാണെങ്കിൽ, ഞാൻ പറഞ്ഞ ആ ജോലിക്ക് വേണ്ടി അവരൊരു 8 മണിക്കൂർ വിനിയോഗിക്കുന്നുണ്ടെങ്കിൽ ആ 8 മണിക്കൂർ ജോലിയിൽ നിന്ന് പണമല്ലാത്ത ഒരു ബെനിഫിറ്റും നമുക്ക് കിട്ടണില്ല. പൈസ കിട്ടും. ആ 8 മണിക്കൂർ വൈഫ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ ആ ജോലി ചെയ്തതിൻ്റെ പണം നമുക്ക് കിട്ടും. അത് നമുക്ക് കിട്ടുമോ? ഒരു പുരുഷന് കിട്ടുമോ? അല്ല, അത് അവളുടെ അവകാശമാണ്, അവളുടെ പണമാണ്, അവൾക്ക് ഇഷ്ടമുള്ള പോലെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ 8 മണിക്കൂർ നമ്മളിൽ നിന്നും നമ്മുടെ മക്കളിൽ നിന്നും അവർ മാറി നിൽക്കുമ്പോൾ ആ സമയം കുടുംബത്തിനും ഭർത്താവിനും നഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായും അതെങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യും? അതെങ്ങനെ നമ്മൾ പരിഹരിക്കപ്പെടും? തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഒരു ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് എന്ത് ചെയ്യണം? നിങ്ങൾ വീട്ടിലത്തെ കാര്യങ്ങൾക്ക് മെനക്കെടാണ്. രാവിലെ എഴുന്നേറ്റ പാത്രം കഴുകാനും അവിടുത്തെ കുക്കിങ്ങിനും കാര്യങ്ങൾക്കും മെനക്കെടാണ്. കാരണം വീട്ടിലേക്ക് വേണ്ട എല്ലാ എക്സ്പെൻസും, വൈഫിൻ്റെ എല്ലാ ഭക്ഷണവും, ചികിത്സയും, മക്കളെ എല്ലാ കാര്യം, ഫീസും എല്ലാം അധ്വാനിച്ച് നിങ്ങൾ ഉണ്ടാക്കേണ്ട ഒരു ദിവസത്തിലെ ടൈമാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യണം, ഈ കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആ പണം നിങ്ങൾക്ക് സമ്പാദിക്കുവാനുള്ള സമയം നിങ്ങൾക്ക് കിട്ടാതെ നിങ്ങൾ വീട്ടിൽ എൻഗേജ്ഡ് ആയി പോവുകയാണെങ്കിൽ ആ നഷ്ടം ആര് പരിഹരിക്കും? പിന്നെ നമ്മൾ രണ്ടുകൂട്ടർക്കും ഡ്യൂട്ടി ഉണ്ട്. നമ്മൾക്ക് നമ്മളെ ടൈമിനനുസരിച്ച് എന്താണ് ഷെഡ്യൂൾ ചെയ്യപ്പെട്ട ജോലി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഒരു വൈഫ് ജോലിക്ക് പോയാൽ കുട്ടിയുടെ സമയമാണ് ആ സ്ത്രീ എടുക്കുന്നത്, ഭർത്താവിൻ്റെ സമയമാണ് എടുക്കുന്നത്. തിരിച്ചും അങ്ങനെ തന്നെയാണ്. നമ്മൾ അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കേണ്ട സമ്പാദ്യത്തിന് വേണ്ടി പോകേണ്ട സമയവും അതിനു വേണ്ടിയുള്ള പരിശീലനങ്ങൾക്കുള്ള സമയമാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോൾ ഇതൊരു അഡ്ജസ്റ്റ്മെൻ്റാണ്. ഇപ്പോൾ 2 പേരും എന്ത് ചെയ്യുക, പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അപ്പോൾ അടുക്കളയിൽ ഒരു ജോലിക്ക് ഒരു സ്ത്രീയെ നിശ്ചയിച്ച് നിങ്ങളൊരു 300 രൂപ കൊടുക്കുമ്പോൾ ആ ടൈം കൊണ്ട് വൈഫ് 30,000 40,000 ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അവിടെ ജോലി ചെയ്യാൻ വേറെ ആളെ കണ്ടെത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. അവിടെ ഭർത്താവല്ല ജോലി ചെയ്യുന്നത്, ഭാര്യയല്ല ജോലി ചെയ്യണത്. പക്ഷെ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് എന്താ വെച്ചാൽ അവനവൻ്റെ ജോലിക്കാണ് അവനവൻ പ്രയോറിറ്റി കൽപ്പിക്കേണ്ടത്. അപ്പം അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യണം? സമ്പാദിക്കുക, വീടിന് വേണ്ട വരുമാനം ഉണ്ടാക്കുക എന്നുള്ളത് ഭർത്താവിന് ഇസ്ലാം ഏൽപ്പിച്ചൊരു പണിയാണ്. വബിമ അംഫഖു മിൻ അംവാലിഹിം, അതേപോലെ തന്നെ അർരിജാലു ഖവ്വാമുന അലൻ നിസ, ഫുൾ എക്സ്പെൻസ് പണം ഉണ്ടാക്കേണ്ട ഡ്യൂട്ടി ഭർത്താവിൻ്റെതാണ്. ഞാൻ സ്ത്രീകളോട് പറയും, എത്ര ബുദ്ധിമുട്ടിയാലും അത് അയാളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം. ഞാൻ പറഞ്ഞു നിങ്ങളുടെ എങ്കിലേ ആ സ്നേഹവും ബന്ധവും ഉത്തരവാദിത്വമൊക്കെ ഉണ്ടാവുള്ളൂ. ഇത് ഈ ഭർത്താവ് കുറച്ചൊരു ജോലി ചെയ്യാനൊക്കെ മടിയനാണെങ്കിൽ സ്ത്രീകൾ വേഗം പുതിയ ഡിഗ്രി എടുത്ത് പുതിയ ക്വാളിഫിക്കേഷൻ നേടി പുതിയ PSC എഴുതി മുഴുവൻ ചുമതലയും തലയിൽ ഏറ്റെടുക്കും. പിന്നെ ആ വൈക്ക് അയാൾ വരൂല. ഞാൻ പറഞ്ഞത് ഭർത്താവിൻ്റെ ജോലി അയാൾ ചെയ്യണം. ഇനി ഭാര്യയുടെ ജോലി എന്ന് പറയുമ്പോൾ എന്താണ്?
നമ്മുടെ കുട്ടികൾക്ക് മുല കൊടുക്കേണ്ടത് ആരാണ്? ഗർഭം ചുമക്കേണ്ടത് ആരാണ്? ഇതൊന്നും ഒരു ഭർത്താവിന് ഏൽക്കാൻ പറ്റൂല. ആ കുട്ടിക്ക് ഉമ്മ എന്ന നിലക്ക് അയാളുടെ സാന്നിധ്യം പ്രധാനമാണ്. ഉമ്മ എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാൻ, കുട്ടീനെ താരാട്ട് പാടാൻ, അല്ലെങ്കിൽ കുട്ടീനെ കുളിപ്പിക്കാൻ, ഇതിനല്ല ഉമ്മ. ഉമ്മ ഒരു സാന്നിധ്യമാണ്. ഉമ്മ പുറത്തു പോയി കഴിഞ്ഞാൽ കുട്ടി ആലോചിക്കണേ എനിക്ക് ആരും ഭക്ഷണം തരുന്നില്ലല്ലോ എന്നല്ല. ഉമ്മ എവിടെയെന്നാണ്. അതൊരു സ്നേഹത്തിൻ്റെ അന്വേഷണമാണ്. ഉമ്മയുടെ ആവശ്യം സാന്നിധ്യമാണ്. പല ഉമ്മമാരും ധരിച്ചത് ഭക്ഷണം കിട്ടുന്നുണ്ടല്ലോ, അത് ഉമ്മമ്മ കൊടുക്കുന്നുണ്ടല്ലോ, കുട്ടിനെ നോക്കാൻ സ്കൂൾക്ക് പറഞ്ഞേക്കാൻ അവിടെ ആളുണ്ടല്ലോ, ഭക്ഷണം കൊടുക്കാൻ അവിടെ ചേച്ചി ഉണ്ടല്ലോ, അല്ലെങ്കിൽ പിന്നെ സർവൻ്റ് ഉണ്ടല്ലോ. ഉമ്മൻ്റെ സാന്നിധ്യം ഒരു സെക്കൻഡ് മാറി നിൽക്കുകയാണെങ്കിലും അത് പരിഹരിക്കാൻ വേറൊരാൾക്ക് പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എല്ലാവരും അവനവൻ്റെ ഡ്യൂട്ടി ചെയ്യാം. ഇനി മറ്റയാളെ ഡ്യൂട്ടി ചെയ്യൂല എന്ന് പറയരുത്. എൻ്റെ വൈഫ് ഒരു ഫുൾ ടൈം ജോലിക്കാരിയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ അടുക്കളയിൽ കയറേണ്ടി വരും. അപ്പോൾ ഞാൻ അടുക്കളയിൽ കയറണം, കുട്ടിയെ നോക്കേണ്ടി വരും. ഞാൻ അതിന് മെനക്കെടും. കുട്ടി എന്നെ ഏൽപ്പിച്ചുകൊണ്ടായിരിക്കും പോവുക. അപ്പോൾ ഞാനത് നിർവഹിക്കേണ്ടി വരും. അതൊരു പരസ്പരമുള്ള സഹകരണവും ധാരണയുമാണത്. അതുകൊണ്ട് അവനവൻ്റെ ഡ്യൂട്ടി, ഉമ്മ ചെയ്യുന്ന ഡ്യൂട്ടി വാപ്പ ചെയ്യാൻ വിചാരിച്ചാൽ അത് പൂർത്തിയാവില്ല. ഒരു രക്ഷിതാവ് ചെയ്യേണ്ട ജോലി ഒരു സ്ത്രീ ചെയ്യാൻ ശ്രമിച്ചാൽ അതിന് ഭയങ്കരമായ പരിമിതിയുണ്ട്. ഡബിൾ ലോഡായിരിക്കും. പുറത്തുള്ള അധ്വാനവും സ്ത്രീ ഏറ്റെടുക്കുക, വീട്ടിലെ ജോലിയും കൂടിയും കുട്ടികളുടെ കാര്യം ഏറ്റെടുക്കുമ്പോൾ ഡബിളായിരിക്കും. അത്ര ടെൻഷനും അത്ര ഭാരവും അവർക്ക് വരും. അതുകൊണ്ട് അവനവൻ്റെ ഉത്തരവാദിത്തം അവനവൻ നിർവഹിക്കുക. എന്നാൽ മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാകുമ്പോൾ നമ്മുടെ കൂടെയുള്ള ആളെ പരമാവധി സഹായിക്കാനും സഹകരിക്കാനും കൂടെ നിൽക്കാനും ശ്രമിച്ചാൽ മാത്രമേ ദാമ്പത്യം സഹകരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റുള്ളൂ. ഇന്ന് ഇൻ്റർനെറ്റിൻ്റെ ലോകത്ത് ധാരാളം തിന്മകൾ നമ്മളിലേക്ക് കടന്നു വരുന്നുണ്ട്. നമ്മളിവിടെ കൊടുത്ത ഗൂഗിൾ ഫോമിലും ഒക്കെ ആളുകൾ എഴുതി ചോദിച്ച ഒരു ചോദ്യമാണ് ഈ അശ്ലീലമായ കാര്യങ്ങൾ കാണുന്നതിലേക്ക് വഴുതി പോകുന്ന ആളുകൾ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം എന്ന്. അത് എങ്ങനെ, അത്തരം ആളുകൾക്ക് എന്താണ് നമുക്ക് പറയാനുള്ള ഒരു ഉപദേശം? നമ്മൾ എത്ര തന്നെ ഉയർന്ന ആളുകളാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ആണായാലും പെണ്ണായാലും അവിഹിതങ്ങൾ പറ്റിപ്പോകുന്നത്. ഇത് 100% ആളുകൾക്കും ശ്രദ്ധക്കുറവുണ്ടെങ്കിൽ ഇതിൽ പെട്ടുപോകും എന്ന കാര്യത്തിൽ യാതൊരു ഡൗട്ടുമില്ല. അതിൻ്റെ കാരണം ഞാൻ പറയാം. സ്ത്രീകളുടെ ഒരു സൈക്കോളജി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ മിക്സഡ് ആയിട്ടൊക്കെ പെരുമാറുന്ന സ്ഥലത്ത് സ്ത്രീകളുടെ ഒരു സൈക്കോളജി, അത് സ്ത്രീകളും മനസ്സിലാക്കണം, പുരുഷന്മാരും മനസ്സിലാക്കണം. അത് ഒരു സ്ത്രീയും ഒരു പുരുഷനും തമ്മിലുള്ള ഒരു സാന്നിധ്യം, ഒന്നിച്ച് ചേരാനോ വർത്തമാനം പറയാനോ കൂടെ നിൽക്കാനോ അവസരം കിട്ടുമ്പോൾ ഒരു സ്ത്രീക്ക് ഒന്നും തോന്നൂല. ഒരു ചീത്ത ഉദ്ദേശം ഒരാണിനെ കിട്ടി ഒന്ന് സംസാരിക്കാം ഒന്നും തോന്നൂല. എന്നാൽ ഒരു പുരുഷൻ്റെ മനസ്സെങ്ങനെ വെച്ചാൽ, ഒരു സ്ത്രീ നമ്മൾ ബസ്സിലാണെങ്കിൽ പോലും തൊട്ടടുത്ത് വന്നിരുന്നാൽ അപ്പം തന്നെ മനസ്സ് പ്രവർത്തിക്കാൻ തുടങ്ങും. ഒരു പുരുഷന് ആദ്യ സമയത്ത് തന്നെ ഒരു സ്ത്രീയോടുള്ള താല്പര്യങ്ങൾ അയാളുടെ ഉള്ളിൽ പ്രവർത്തിക്കും. ഒരു സ്ത്രീക്കൊരു പക്ഷേ ഇങ്ങനത്തെ ഒരു ദുരുദ്ദേശം പുരുഷനുണ്ട് എന്ന് മനസ്സിലാവൽ വളരെ അവസാനമായിരിക്കും. അതുകൊണ്ടൊരു സ്ത്രീ നമ്മളോട് സഹകരണ രൂപത്തിൽ പെരുമാറുമ്പോൾ അതൊക്കെ എന്നോട് കാണിക്കുന്ന ഒരു അവിഹിത സഹകരണമാണെന്ന വലിയൊരു തെറ്റിദ്ധാരണ പുരുഷനുണ്ടാവുകയും ആ നിലക്കുള്ള സമീപനത്തിലേക്ക് പുരുഷൻ മുന്നോട്ട് പോവുകയും ചെയ്യും. ഒരു സ്ത്രീക്ക് അത് മനസ്സിലാകാതെ വരികയും ചെയ്യും. അവസാനം എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ സംഭവിക്കുമ്പോൾ അത് തിരിച്ചറിയും. അതുകൊണ്ട് എപ്പോഴാണെങ്കിലും മനസ്സിലാക്കണം, നിങ്ങളൊരു സ്ത്രീയും പുരുഷനും തമ്മിൽ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും അടുത്ത് നിൽക്കുമ്പോഴൊക്കെ എന്താ വെച്ചാൽ, ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ രണ്ടുപേരും ആരുമില്ലാത്തൊരിടത്തിരുന്ന് ദീർഘനേരം സംസാരിക്കരുത്. നിങ്ങളുടെ ഓഫീസിൽ ഒരു ലേഡി മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാക്കണം. ഒരു ലേഡിയും കൂടി വന്നോട്ടെ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു പുരുഷനും വന്നോട്ടെ. ഒരാണും പെണ്ണും ഒറ്റയ്ക്ക് സംസാരിക്കുവാൻ ഇടമുണ്ടായാൽ ആ സംസാരം അവിഹിതത്തിലേക്ക് വഴിമാറും. അത് 100% നബി താക്കീത് ചെയ്തൊരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധനാണെന്ന് പറഞ്ഞാലും നിങ്ങൾ ആ തെറ്റിലേക്ക് പോകും, അതിൽ യാതൊരു സംശയമില്ല. രണ്ടാമത്തത്, അങ്ങനെ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഒരു അന്യ സ്ത്രീയോടും അന്യ പുരുഷനും തമ്മിൽ സംസാരിക്കുമ്പോൾ അവർക്ക് എന്താവശ്യമുണ്ടോ അതേ സംസാരിക്കാൻ പാടുള്ളൂ. അപ്പോൾ കുലിൻ്റെ കൗലം മാറൂഫ. നിങ്ങളുടെ ഓഫീസാണെങ്കിൽ നിങ്ങളുടെ ജോലി സംബന്ധമായ കാര്യം സംസാരിക്കാം, നിങ്ങളുടെ ഓഫീസിലെ ഡ്യൂട്ടി സംസാരിക്കാം. അതല്ലാത്ത മറ്റു ഫ്രണ്ട്ഷിപ്പ് പരമായ സംസാരങ്ങളിലേക്ക് പോകാൻ പറ്റില്ല. കാരണം എല്ലാ അവിഹിതങ്ങളുടെയും ആദ്യ സ്റ്റേജ് ഫ്രണ്ട്ഷിപ്പാണ്. ആ ഫ്രണ്ട്ഷിപ്പിലേക്ക് വീട്ടിലത്തെ കാര്യങ്ങൾ പറയാം, ഭർത്താവിൻ്റെ കാര്യങ്ങൾ പറയാം, പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കുക. ഇതിലേക്ക് വന്നാൽ അതിൻ്റെ അടുത്ത ഘട്ടം അവിഹിതമാണ്, അതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ആദ്യ ഘട്ടങ്ങളെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും, അടുത്ത ഘട്ടങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലാവൂല. അതുകൊണ്ട് ഈ സൂക്ഷ്മത നമുക്കുണ്ടോ, അത് നമ്മുടെ കണ്ണിനെ സൂക്ഷിക്കുക.
സംസാരത്തെ സൂക്ഷിക്കുക, എങ്കിൽ നമുക്ക് ആ നിയന്ത്രണം സാധ്യമാകും. ഇനി പെട്ടുപോയവരോട് ഞാൻ പറയാനുള്ള കാര്യമാണ്, ആർക്കെങ്കിലും അങ്ങനെ വല്ല അവിഹിത ബന്ധങ്ങളും മനസ്സിൽ കൊണ്ടടക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ചാറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് ഞാൻ ഉറപ്പിച്ച് പറയാം, നിങ്ങൾ അപകടത്തിൽപ്പെടും. കാരണം നിങ്ങളത് നിർത്താത്തിടത്തോളം കാലം അതിന് സ്വാഭാവികമായ ഒരു പരിണിതി ഉണ്ട്. ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ വൈഫ് അറിയുന്നു, അല്ലെങ്കിൽ ഹസ്ബൻഡ് അറിയുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും അവിവേകങ്ങൾ സംഭവിക്കുന്നു, അബദ്ധങ്ങൾ സംഭവിക്കുന്നു, നിങ്ങളുടെ മാനം പോകും, നിങ്ങളുടെ മക്കൾ പോകും, നിങ്ങളുടെ എല്ലാ മാന്യതയും പോകും. ഒരു സംശയമില്ല. കാരണം അത് വളരും, അതൊരു അപകടത്തിലേക്ക് പരിണമിക്കും. നിങ്ങൾ എത്ര ശ്രദ്ധിച്ചിട്ടും കാര്യമില്ല. ശ്രദ്ധിച്ച് കൊണ്ടുപോകാമെന്ന് നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നൊരു കാര്യമേ അല്ലത്. അതൊരു അപകടത്തിലേക്ക് പെട്ടു. അതുകൊണ്ടാണ് വലാ തഖ്റബൂ, നിങ്ങൾ അടുത്ത് പോകരുത് പറഞ്ഞു. അടുത്താൽ എത്തും. അതിൻ്റെ പരിസരത്ത് നിൽക്കുന്നവൻ അതിൽ പതിക്കും. അങ്ങനത്തെ ഒരു രോഗം, അങ്ങനത്തെ ഒരു അപകടം സെക്സ് മാത്രമേ ഉള്ളൂ. പരിസരത്ത് ചെന്നാൽ അപകടത്തിൽപ്പെടുന്ന ഒരു അസുഖമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും, അതിലേക്ക് എത്തും. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇത്രയും പെട്ടെന്ന് ഇന്നാ നമ്പർ ഉണ്ടെങ്കിൽ ഈ പ്രൊഫൈൽസ് കഴിയുമ്പോൾ നിങ്ങൾ ഡിലീറ്റ് ചെയ്യുക, ബന്ധം ഒഴിവാക്കുക. വേണമെങ്കിൽ ഒരു മെസ്സേജ് ലാസ്റ്റ് ഇടാം ഡിലീറ്റ് ചെയ്യുന്നതിന് മുന്നേ, ഇത് അപകടമാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്, ഇന്നൊരു പ്രോഗ്രാം ഞാൻ പങ്കെടുത്തിരുന്നു, ഇതിവിടെ തീർന്നു എന്ന് നിങ്ങൾക്ക് ഇന്ന് പറയാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹു തരുന്നൊരു കാവലാണ്. ഇന്നത് പറയാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ആ അപകടങ്ങളുടെ ദുരന്തം അനുഭവിച്ചു മാത്രം നിങ്ങൾ ഇന്ന് പിൻവാങ്ങും. എന്തായാലും പിൻവാങ്ങേണ്ടി വരും. ഒരു ദിവസം ഒരു അപകടത്തിലും അപമാനത്തിലും വിട്ടിട്ട് അതിന് പിൻവാങ്ങുക. പിന്നെ നമുക്കതിന് പിൻവാങ്ങുള്ള കാര്യം ശരിയല്ലെന്ന് മനസ്സിലായാൽ അപ്പം ഇന്ന് ഒഴിവാകുക. ഇസ്ലാമിൽ വേറൊരു പ്രശ്നമല്ല. തെറ്റാണെന്ന് മനസ്സിലായാൽ ആ സെക്കൻഡിൽ അത് അവസാനിക്കും. ഇനി മനസ്സിലെ പൈശാചിക ചിന്തകളൊക്കെ പോകാൻ നല്ലതാണ് അദ്കാറുകളൊക്കെ. രാവിലെ വൈകുന്ന അദ്കാറുകളൊക്കെ ചൊല്ലി ഖുർആനൊക്കെ ഓതുമ്പോൾ എന്ത് ചെയ്യും, തെറ്റിനോടുള്ള താല്പര്യങ്ങൾ കുറയും. അങ്ങനെയൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. പക്ഷെ സാഹചര്യങ്ങൾ ഇല്ലാതാക്കാതെ ഒരു തെറ്റും അവസാനിപ്പിക്കുക സാധ്യമല്ല. അപ്പോൾ ആ സ്ത്രീയെ നിങ്ങൾ എപ്പോഴും കാണാനും സംസാരിക്കാനും അവസരം ഉണ്ടെങ്കിൽ, ആ പുരുഷനുമായി ബന്ധപ്പെടാൻ അവസരം ഉണ്ടെങ്കിൽ അത് തുടരും. അതൊരു അപകടത്തിൽ പരിസമാപ്തി കുറിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വല്ലതും മാനം കെടാതെ ഇവിടെ വന്നിരിക്കണ വല്ല മഹാന്മാരും ഉണ്ടെങ്കിൽ ഇന്ന് നിങ്ങളത് അവസാനിപ്പിച്ചില്ലെങ്കിൽ നാളെ അപകടത്തിൻ്റെതാണെന്ന് തിരിച്ചറിയുക. അല്ലാതെ ഒരു കാവലാണ് ഇതുവരെ അത് പുറത്ത് വരാതെ വന്നത് എന്ന് മനസ്സിലാക്കുക. ഇതിനോടനുബന്ധിച്ച് വന്ന മറ്റൊരു ചോദ്യമാണ്, മൊബൈലിലൂടെ അശ്ലീലങ്ങൾ കാണുന്ന, അശ്ലീല സൈറ്റിന് അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. അത്തരം ആളുകൾക്ക് അതിൽ നിന്ന് പുറത്തു കടക്കാൻ എന്താണ് മാർഗം, എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ച്? ഈ സെക്സ് എന്ന് പറയുമ്പോൾ എന്താ അറിയോ, അത് അതിന് മാത്രം ആസ്വാദകരമായൊരു കാര്യമാണ്. അത് ആസ്വദിക്കണമെങ്കിൽ എന്ത് വേണമെന്ന് വെച്ചാൽ നമുക്ക് അനുവദനീയമായ ഒരു ഇണയിലൂടെ മാത്രമേ അത് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ അവിഹിതമായ ലൈംഗിക വൈകൃതങ്ങൾ ഏതും സെക്സിൻ്റെ ശരിയായ ആസ്വാദനത്തെ ഇല്ലാതാക്കും. അപ്പോൾ അവരൊക്കെ ഏറ്റവും വലിയ ഹതഭാഗ്യരാണ്. സ്വന്തം വൈഫിലൂടെ അല്ലെങ്കിൽ സ്വന്തം ഹസ്ബൻഡിലൂടെ മാത്രം ഒരാൾക്ക് സെക്സ് സാധ്യമാകും, ആസ്വാദനം സാധ്യമാകുമെങ്കിൽ തീർച്ചയായും അയാൾക്ക് എന്ത് ചെയ്യുന്നറിയോ, അതിൻ്റെ പരിപൂർണത അനുഭവിക്കാൻ പറ്റും. എന്നാൽ അവിഹിതങ്ങളിൽ ഒന്നും അതെന്തല്ല, സാധ്യമല്ല എന്നുള്ളതാണ്. ഈ കൂടുതലായിട്ട് ഈ കാഴ്ചയിലൂടെ ആസ്വാദനങ്ങളും പോൺ സൈറ്റും കാണുന്ന ആളുകൾക്ക് എന്താ വെച്ചാൽ അതിൻ്റെ അടുത്ത സ്റ്റേജുകളും അടുത്ത സ്റ്റെപ്പുകളും ഒന്നും എന്തല്ല ശരിയായി സാധ്യമല്ലാതെ വരും. പിന്നെ ഇതൊരു മനസ്സിൻ്റെ തോന്നൽ മാത്രമാണ്. ഞാൻ പറയാൻ കാരണം, ചെറിയ പ്രായമുള്ള നമ്മുടെ ഭാര്യ, നമ്മൾ അനേകം സ്ത്രീകൾക്കിടയിൽ നിന്ന് നോക്കി കണ്ണിനിഷ്ടപ്പെട്ടത് തിരഞ്ഞെടുത്തൊരു ഭാര്യ, അവളോട് മാത്രം ഒന്നും തോന്നണില്ല. വേറെ ഏത് പെണ്ണിനെ എവിടെ വെച്ച് കണ്ടാലും മനസ്സെന്ത് ചെയ്യാണ്, എന്തോ അവളിൽ എന്തോ ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നുവെങ്കിൽ അത് മനസ്സിൻ്റെ തോന്നൽ മാത്രമാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഏതെങ്കിലും ഫോട്ടോ കാണുമ്പോൾ അല്ലെങ്കിൽ പോൺ സൈറ്റ് കാണുമ്പോൾ അവിടെ ഒരു സ്ത്രീയിൽ ആകർഷണീയമായി കാണുന്നത് എന്താണോ അത് നിങ്ങളുടെ വൈഫിനുണ്ട്. പക്ഷെ എന്തറിയോ, അത് ഉണ്ടെന്ന ബോധത്തോടു കൂടെ ഒന്ന് നോക്കാനോ, അതായത് ഒരു അന്യ പെണ്ണിനെ കണ്ടപ്പോൾ നിങ്ങൾ രണ്ടാമതൊരു നോട്ടം നോക്കി, ആ ശ്രദ്ധയുടെ നോട്ടമുണ്ടല്ലോ, ആ നോട്ടം വൈഫിനെ ഇതുവരെ നോക്കിയിട്ടില്ല. ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. നമ്മുടെ വൈഫിനെ നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു പെണ്ണിനെ നിങ്ങൾ എങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ നിങ്ങളുടെ വൈഫിനൊന്ന് കാണാൻ ശ്രമിച്ചു നോക്കുക. അങ്ങനെ കാണാൻ ശ്രമിക്കുമെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും നമ്മുടെ വൈഫിലുണ്ട്. അതുകൊണ്ടാണ് വിവാഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ വിവാഹം കഴിച്ചവന് പിന്നെ ആ നോട്ടം ആവശ്യമില്ല എന്നാണ്. അതാണ് അഗല്ലുലിൽ ബസർ അഹ്സനുലിൽ ഫർജ്. പിന്നെ ആവശ്യമില്ല. നമ്മൾ അങ്ങനെ ഉപയോഗിക്കാത്തത് കൊണ്ട് മാത്രം നമ്മൾ മറ്റു സ്ത്രീകളെ കാണുന്നതിനേക്കാളും ആകർഷണീയമായി ആസ്വാദകരമായി നമ്മുടെ വൈഫിനെ കാണാൻ പറ്റും.
പക്ഷെ അതിന് നമുക്ക് എന്നിട്ട് പലപ്പോഴും വീടോ കുടുംബമോ കുട്ടികളോ ഒക്കെ തടസ്സം, സമയക്കുറവൊക്കെ ഉണ്ടാവും. പക്ഷെ അത് മാറ്റി വെച്ചെന്തറിയോ, പോൺ സൈറ്റ് നോക്കാൻ അരമണിക്കൂർ ഇരിക്കുന്ന പോലെ ഒരു ഇരുത്തം വൈഫിനെ കാണാൻ ഇരുന്നാൽ ആ പ്രശ്നം അതോടെ തീരും. വിവാഹം കഴിച്ച ആരെങ്കിലും പോൺ സൈറ്റ് കാണുന്നുണ്ടെങ്കിൽ അത് അയാളുടെ അറിവില്ലായ്മ മാത്രമാണ്, ഒരു തോന്നൽ മാത്രമാണ്, അതിൻ്റെ യാതൊരു ആവശ്യമില്ല. അത് വൈഫിലൂടെ അവന് പരിഹരിച്ച് പോകാൻ പറ്റും. സത്യത്തിൽ സ്ത്രീകൾക്ക് ആസ്വാദനം കിട്ടുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ അവരെ ആസ്വദിക്കുമ്പോൾ മാത്രമാണ്. അല്ലെങ്കിൽ അവർ ഉപയോഗശൂന്യമായി കിടക്കുന്ന പോലെ അവർക്ക് തോന്നും, അവരെ കൺസിഡർ ചെയ്യാത്ത പോലെ തോന്നും, പരിഗണിക്കാത്ത പോലെ തോന്നും. ഞാൻ പറഞ്ഞ തിരിച്ചും രണ്ടും. പിന്നെ നിങ്ങൾ രണ്ട് പേരും എന്താ വെച്ചാൽ വളരെ നിർലോഭമായി നമ്മൾ എന്ത് ചെയ്യണം, സെക്സ് പറയണം. ഈ അവിഹിത ബന്ധങ്ങളിലൊക്കെ എന്താ വെച്ചാൽ ആളുകൾ വളരെ മോശപ്പെട്ട കമൻറ്റുകൾ പറയും. ഈ മോശപ്പെട്ട കമൻറ്റുകൾ പറയുന്നതിലൊരു ആസ്വാദനമുണ്ട്. ആ കമൻറ്റ് നമ്മൾ പറയണം, വൈഫിനോട് പറയണം, വൈഫ് തിരിച്ച് പറയണം. വളരെ മോശമായ സെക്സുകൾ നമ്മൾ സംസാരിക്കണം, നമ്മൾ ആ നിലക്ക് നോക്കണം, കാണണം. ഇവിടെ ശരിക്കും തരൂ, ഒരു വൈഫിനെ ഉപയോഗപ്പെടുത്താൻ അറിയാത്തവൻ മാത്രമേ പോൺ സൈറ്റ് കയറുള്ളൂ. വിവാഹിതരായ ഒരാൾ പോകുന്നുണ്ടെങ്കിൽ അത് അതുകൊണ്ട് മാത്രമാണ്. ഇല്ല അല അസുവാജിക്കും, അതായത് എന്താ പറഞ്ഞത്, നിങ്ങൾക്ക് മുഖ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കുന്നിടത്ത് എവിടേക്കൊക്കെ നിങ്ങൾ തെറ്റിപ്പോകുന്നുണ്ടോ അതിനൊക്കെ പകരം നിങ്ങൾ വൈഫിനെ ഉപയോഗപ്പെടുത്തണം എന്നാണ്. ആ വൈഫിലൂടെ അത് സാധ്യമാകുന്നതാണ്, തിരിച്ച് ഭർത്താവിലൂടെ സാധ്യമാകും. അപ്പോൾ ഒന്ന്, വിവാഹിതരെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ആസ്വാദനങ്ങളെ വൈഫിൽ കേന്ദ്രീകരിക്കുന്നതോടുകൂടെ ഒരു 80% പരിഹാരമായി. ബാക്കി നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനും ഇത്തരം പൈശാചിക തോന്നൽ ഇല്ലാതാക്കാനുമുള്ള ഒരു ഇസ്ലാമികമായ സൂക്ഷ്മത കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് വളരെ സംശുദ്ധമായ, രോഗങ്ങളില്ലാത്ത, മനസ്സമാധാനമുള്ള, കുറ്റബോധമില്ലാത്ത ഒരു ജീവിതം സാധ്യമാകും. പിന്നെ ഇതൊക്കെ കാണുന്ന ആളുകൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷവും അതുകൊണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ വളരെ വലുതാണ്. ഞാൻ പറയും, ഈ പിന്നെ പോൺ സൈറ്റിലൊക്കെ അകപ്പെട്ട ആൾക്കാർ ഈ കൗൺസിലിങ്ങിനൊക്കെ വരുമ്പോൾ ഒരു കരയാ ചെയ്യുക, പറ്റണില്ല സാർ എന്ന് പറഞ്ഞിട്ട് കരയാ ചെയ്യുക. അപ്പോൾ എത്രമാത്രം മാനസിക സംഘർഷമാണ് അവർ അനുഭവിക്കുന്ന നോക്കും നിങ്ങൾ. എന്തിനാ സുഹൃത്തുക്കൾ ഇങ്ങനെയൊക്കെ ജീവിക്കേണ്ട കാര്യം? ആ കാണുന്നതിനേക്കാൾ ഇതൊക്കെ വെറും മേക്കപ്പാണ് നമ്മൾ ഈ കാണുന്ന സൈറ്റിലൊക്കെ ഉള്ളത്. നേരെ മറിച്ച് ഒരു പുരുഷനും തൊടാത്ത, ഒരു പുരുഷനും കാണാത്ത ഒരു സ്ത്രീ നമുക്ക് സ്വന്തമായി ഉണ്ടാകുമ്പോൾ മറ്റെല്ലാ സ്ത്രീകൾക്കും ഒന്നാണുള്ളത് എന്ന് മനസ്സിലാക്കാനും നമ്മുടെ വൈഫിലൂടെ അത് കണ്ട് ആസ്വദിക്കാനും പറ്റുമെങ്കിൽ അതാണ് സംശുദ്ധമായ ഒരു മനസ്സിൻ്റെ ഗുണം. മറ്റൊന്ന്, പലരും പങ്കുവെച്ച ഒരു ആശങ്കയാണ് മക്കളുടെ കാര്യം. ഇന്ന് മക്കൾ പല സംസ്കാരത്തിലേക്കും പ്രണയത്തിലേക്കും ലഹരിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിൽ നിന്ന് മക്കളെ എങ്ങനെ നമുക്ക് സംരക്ഷിച്ച് നിർത്താൻ സാധിക്കും? ഞാൻ ഇൻ്റെതൊന്നും റെഫറൻസായിട്ട് പറയലില്ല, പക്ഷെ എപ്പോൾ എനിക്ക് പറയണം തോന്നുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞ ഖുതുബകളൊന്നും കേട്ട തിരക്കില്ലെന്ന് തോന്നുന്നുണ്ട്. അത് ഞാൻ ഈ കുട്ടികളുടെ കാര്യത്തിൽ മാത്രമായിട്ട് 20 മിനിറ്റേ ഉണ്ടാവുള്ളൂ, പറ്റുകയാണെങ്കിൽ ഒന്ന് കേൾക്കും നിങ്ങൾ. ഞാനിത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഈ കുട്ടികളുടെ കാര്യത്തിൽ കുട്ടികൾ പിഴച്ചു പോകുന്നതിൽ നമുക്ക് തന്നെയാണ് ഉത്തരവാദിത്വം, അതിൽ യാതൊരു സംശയം നമുക്കില്ല. എന്താ വെച്ചാൽ, നിയന്ത്രണത്തിൽ കിട്ടുന്ന സമയത്ത് നമ്മൾ അവരെ എന്ത് ചെയ്യണം, നന്നാക്കി എടുക്കണം, എല്ലാ പണിയും തീർക്കണം. ഒരു 7 വയസ്സ് വരെ നിങ്ങളുടെ കൺട്രോളിൽ കുട്ടികളെ കിട്ടുള്ളൂ. കുട്ടി വളരും തോറും നമ്മുടെ കൺട്രോളിൽ നിന്ന് പുറത്തു പോവുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ +2 ഒരു കുട്ടി ഉണ്ടെങ്കിൽ അവന് നിങ്ങളുമായി ഒരു കണക്ഷനും ഇല്ല. അവൻ്റെ മൊബൈൽ വഴി ഈ ലോകത്ത് മുഴുവൻ അവന് കണക്ഷൻസ് ഉണ്ട്, നിങ്ങളുമായി ഒരു കണക്ഷനും ഇല്ല. അപ്പോൾ നമ്മുടെ കൺട്രോളിൽ നിന്ന് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്തും അവന് നൽകാൻ പറ്റുന്ന, ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഇന്ന് യാത്ര ചെയ്തു വന്നൊരു 5 വയസ്സായ കുട്ടി ഉണ്ടെങ്കിൽ ആ 5 വയസ്സായ കുട്ടിയോട് നിങ്ങൾക്ക് പുറപ്പെട്ട് മുതൽ ഇവിടെ എത്തുന്നവരെ അവനോട് നിങ്ങൾക്ക് നിങ്ങളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അവനുമായിട്ടൊരു കോൺവെർസേഷൻ, സംസാരവും സംഭാഷണങ്ങളും നടക്കും. ആ നടത്തം നിങ്ങളുടെ കൂടെ വരുന്ന ഒരു +2 കുട്ടിയോട് നിങ്ങൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് എന്താ പറയുക, ചെറുപ്രായത്തിൽ എല്ലാ ഇമാമിങ്ങളും മഹാത്മാക്കളും ഒക്കെ ഖുർആൻ പഠിച്ചത് 7 വയസ്സിന് മുമ്പ്, 8 വയസ്സിന് മുമ്പൊക്കെയാണ്. അപ്പോൾ അതാണ് നിങ്ങളുടെ കുട്ടിയെ എന്താക്കണമെന്ന് നിങ്ങൾ വിചാരിച്ച് ആ കുട്ടിയുടെ ഒരു 7 വയസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ ആ കുട്ടിയിൽ ഇടപെട്ടാൽ അവൻ്റെ വിശ്വാസം, അതേപോലെ തന്നെ അവൻ്റെ സംസ്കാരം, അവൻ്റെ സ്വഭാവം, അവൻ്റെ പെരുമാറ്റം, മറ്റുള്ളവർക്കിടയിൽ എത്തുമ്പോൾ അവൻ്റെ സമീപനം, അവൻ പള്ളിയിൽ പോയാൽ സ്വീകരിക്കേണ്ട അവൻ്റെ എന്തും നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ നല്ലൊരു പ്രോഗ്രാം ഉണ്ടാക്കിയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഭാര്യയും ഭർത്താവും നമ്മുടെ കപ്പാസിറ്റി ശരിക്കും ഉപയോഗിച്ചിട്ട് അവരോട് കൂടെ നിൽക്കണം. അതിൽ വേണ്ടൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് ഒന്ന് സ്നേഹമാണ്. നിങ്ങളുടെ കുട്ടികളോട് നിങ്ങൾ എന്ത് ചെയ്യണം, വളരെ വളരെ മാനസികമായി നിങ്ങൾ എന്ത് ചെയ്യണം, ഇഷ്ടപ്പെടണം. കാരണം കുട്ടികൾ പെട്ടെന്ന് നമ്മളെ ഒഴിവാക്കും.
അതായത് ആ കുട്ടിക്ക് വേണ്ട ഒരു കൺസിഡറേഷൻ എൻ്റെ വാപ്പ തരില്ല, വാപ്പനെ പിന്നെ ആ കുട്ടിക്ക് വേണ്ട, ഉമ്മന ആ കുട്ടിക്ക് വേണ്ട. എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുന്ന കുട്ടികൾ നമ്മളെ ഒഴിവാക്കും. അതുകൊണ്ട് കുട്ടികളോട് നിങ്ങൾ സ്നേഹത്തിൽ പെരുമാറണം. കുട്ടികളുടെ സ്നേഹം ഇല്ലാതെ പെരുമാറിനെ കുട്ടികൾ തെറ്റ് സംഭവിക്കുമ്പോൾ നമ്മൾ അവരെ അടിക്കും, നമ്മൾ ചീത്ത പറയും. അപ്പോൾ നമുക്ക് സ്നേഹിക്കാൻ കഴിയില്ല. കാരണം കുട്ടികൾ തെറ്റ് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞു, കുട്ടികൾ ഒരിക്കലും തെറ്റ് ചെയ്യുന്നില്ല. റുഫിയൽ കലമൻ സലാസ എന്നാണ്. 3 ആളേക്ക് അള്ളാഹു പേന ഉയർത്തിയതാണ്. ഭ്രാന്തൻ അവൻ എന്ത് ചെയ്താലും അള്ളാഹ് എഴുതൂല. ഉറങ്ങിക്കിടക്കുന്നവൻ അവൻ എന്ത് ചെയ്താലും അള്ളാഹു എഴുതൂല. പിന്നെ കുട്ടി അവർ പ്രായപൂർത്തിയാകണവരെ. അപ്പോൾ കുട്ടിനെ ചീത്ത പറയുമ്പോൾ തെറ്റ് ചെയ്യാത്ത കുട്ടി നിങ്ങൾ ചീത്ത പറയണത്, കുട്ടി തെറ്റ് ചെയ്യൂല. നല്ലൊരു ചുമരുമേ, മനോഹരമായ പെയിൻ്റ് അടിച്ച ചുമരുമേ പിറ്റേ ദിവസം കുട്ടി കളർ പെൻസിൽ കൊണ്ട് വരക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റല്ല. അത് അവൻ ചെയ്യുന്ന ഏറ്റവും നല്ലൊരു പ്രവർത്തനമായിട്ട് അവൻ കാണുന്നത്. കയ്യിൽ നിന്നൊരു ഗ്ലാസ് വീണ് പൊട്ടുമ്പോൾ അവരൊരിക്കലും ഗ്ലാസ് പൊട്ടിക്കണമെന്ന് വിചാരിച്ചിട്ടില്ല. നമ്മൾ കുട്ടികളെ ചീത്ത പറഞ്ഞതെല്ലാം ഒരു നിരപരാധിയെ ശിക്ഷിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് അവൻ ആലോചിച്ച് എന്തിനാ എന്നെ ചീത്ത പറഞ്ഞതെന്ന് ആലോചിച്ചു. അതുകൊണ്ട് കുട്ടികളെ നിങ്ങൾ സ്നേഹിക്കണം, അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാം, അവരെ കൂടെ നിന്ന് അവർക്ക് പറഞ്ഞു കൊടുത്ത് തിരുത്തുക. ഞാൻ പറയാം, ഏറ്റവും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു പരിപാടി എന്താ നിങ്ങൾ, ഇത്രമാത്രം ശ്രദ്ധയോടുകൂടെ നമ്മളെ കേൾക്കുന്ന മറ്റൊരാൾ ഉണ്ടാവില്ല. നിങ്ങൾ കുട്ടികളോടൊന്ന് സംസാരിച്ചു കൊണ്ട് നമ്മൾ പറയുന്നതൊക്കെ അത്ര കൃത്യമായി കേൾക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ആ നല്ലൊരു സമയത്ത് നിങ്ങൾ എൻ്റെ കുട്ടി ഒരു പണ്ഡിതനാകണം, അല്ലെങ്കിൽ ഒരു ഡോക്ടറാവണം, എന്താ ഒരു നല്ല വ്യക്തിത്വമുള്ള ആളാവണം, ഒരു നേതാവാകണം, എന്താകണമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്, അതിനനുസരിച്ച് നിങ്ങൾക്ക് ഒരു 7 വയസ്സിൻ്റെ മുമ്പുള്ളൊരു ഫൗണ്ടേഷൻ ആ കുട്ടിക്ക് നൽകാൻ പറ്റും. ഒരു പണ്ഡിതനാകണോ, അതിനുള്ള എല്ലാ ഫൗണ്ടേഷനും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ വെച്ച് നൽകാൻ പറ്റും. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നമ്മുടെ കുട്ടികളിൽ ഇടപെടണം. ഓരോ വാക്കിലും നമ്മൾ എന്ത് ചെയ്യണം, ലക്ഷ്യമുണ്ടാവണം. ഓരോ കുട്ടിയുടെ സന്ദർഭത്തെയും നമ്മൾ ഉപയോഗപ്പെടുത്തണം. കുട്ടിയുടെ കളി നമ്മളുടെ പ്രോഗ്രാമിംഗ് ആയിരിക്കണം. കുട്ടീൻ്റെ ഉറക്കത്തിൻ്റെ സമയം നമ്മൾ പ്രോഗ്രാം ചെയ്യണം. കുട്ടീൻ്റെ ഭക്ഷണത്തിൻ്റെ മെനു അത് നമ്മൾ പ്രോഗ്രാം ചെയ്യണം. അങ്ങനെ നിങ്ങൾ കുട്ടികളുടെ ജീവിതത്തിൽ ഇടപെട്ടാൽ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നിങ്ങളുടെ മകൻ, നിങ്ങളുടെ മകൾ ഒരു ഭാവി അത്ഭുതമായിരിക്കും. പക്ഷേ സത്യത്തിൽ മനസ്സ് കൊടുത്ത് നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല എന്നതാണ് യാഥാർത്ഥ്യം. അല്പം ശ്രദ്ധയോടുകൂടെ നിന്നാൽ നമ്മുടെ കുട്ടികളെ നമുക്ക് നല്ലൊരു ഭാവി ഉണ്ടാക്കാൻ സാധിക്കും ഏത് രംഗത്തും. മറ്റൊരു മേഖലയിൽ വന്ന ചോദ്യം കൂട്ടുകുടുംബമായി ജീവിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നമാണ്. അത് ഭർത്താവിൻ്റെ മാതാവിനെയാണോ അനുസരിക്കേണ്ടത്, അതല്ല ഭർത്താവിന് ഭാര്യയാണോ അനുസരിക്കേണ്ടത് എന്ന ഒരു സംശയം, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മാതാപിതാക്കൾ അവരോടുള്ള സമീപനത്തിലുണ്ടാവുന്ന പ്രയാസങ്ങൾ, ഇതിനൊക്കെ പരിഹാരമായിക്കൊണ്ട് ചില ആളുകൾ നമുക്കൊന്ന് മാറി താമസിച്ചാലോ എന്നൊരഭിപ്രായമായി വരുന്നത് ഇത് കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ്. അത് എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ അത് പരിഹരിക്കാൻ സാധിക്കും? നമ്മൾ ഈ അമ്മായിമ്മ മരുമകൾ നമ്മളല്ലാത്ത, അതായത് ഭാര്യയും ഭർത്താവും അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന ആരാവട്ടെ, ആ ആളുകളെ ഒന്നും മാറ്റാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അവരെന്തെങ്കിലും മാറുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യരുത്. ഒരിക്കലും അമ്മായിമ്മ ആ സ്വഭാവം മാറ്റില്ല, ഒരിക്കലും മാറില്ല. അതുകൊണ്ടെന്ന് ചിന്തിക്കണം വെച്ചാൽ, ഈ നമുക്ക് ഉപദ്രവങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾക്ക് ഒരു കാരണവശാലും നമ്മുടെ ലൈഫിൻ്റെ ആസ്വാദനത്തിലോ സന്തോഷത്തിലോ നമ്മുടെ പ്ലാനിങ്ങുകളിലോ ഒന്നും ഇടപെട്ട് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കാൻ അവരെ അനുവദിക്കില്ലെന്ന നിർബന്ധ ബുദ്ധി ഭാര്യയ്ക്കും ഭർത്താവിനും ഉണ്ടാവണം. ഇങ്ങനൊരു ഉമ്മ ഇവിടെ ഉള്ളതുകൊണ്ട് എൻ്റെ ദാമ്പത്യം തൽക്കാലം നഷ്ടപ്പെടുത്താൻ ഞാൻ വിചാരിക്കണില്ല എന്ന് നിങ്ങൾക്ക് തീരുമാനം വേണം. ഒരാളെയും നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മുടെ സ്വൈരമായിട്ടുള്ള ദാമ്പത്യ ജീവിതത്തെ നശിപ്പിക്കാൻ അനുവദിക്കരുത്. ഇപ്പം എന്താണ്ടാണ് വെച്ചാൽ, ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരെ കുറിച്ച് ചർച്ച ചെയ്തും അതിനെക്കുറിച്ച് അത് പരിഹരിക്കാൻ വേണ്ടി ചിന്തിച്ചിട്ടും നമ്മളെ ജീവിതം നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യണത്. മനസ്സിലായി? അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, അവരുടെ ബുദ്ധിമുട്ടിക്കലുകൾ നമ്മളെ ബാധിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഭർത്താവിൻ്റെ ഉമ്മനെക്കുറിച്ച് ഭാര്യ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഭർത്താവിനത് ഉൾക്കൊള്ളാൻ പറ്റൂല. അപ്പോൾ അത് പറയുന്നത് ദോഷം ഉണ്ടാവുള്ളൂ. പിന്നെ ഇനി കേൾക്കുന്ന കാര്യം അനുസരിച്ച് എന്തെങ്കിലും ഉമ്മനോടൊരു തിരുത്ത് പറയാൻ അയാൾക്ക് പറ്റൂല. പിന്നെ ഇതിന് നമ്മളതിന് ശ്രമിക്കണത്. അതുകൊണ്ട് ഉമ്മനെ മാനേജ് ചെയ്യാൻ ഒരു കല എന്ത് ചെയ്യാം, മരുമകൾ സ്വയം വളർത്തിയെടുക്കുക. ഉമ്മയിൽ നിന്ന് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്, എൻ്റെ വൈഫിന് കുറച്ച് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് ശരിക്കും മനസ്സിലാക്കി അവളെ സപ്പോർട്ട് ചെയ്ത്
ഉമ്മക്കെതിരാവാതെ ഉമ്മയുടെ ഉപദ്രവങ്ങളും ബുദ്ധിമുട്ടുകളും അവർക്ക് മാനേജ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കാം. പിന്നെ മാറി താമസിക്കണം എന്നുണ്ടെങ്കിൽ അതിന് താല്പര്യമെടുക്കേണ്ടത് ഭർത്താവാണ്, ഭാര്യയല്ല. കാരണം ഭാര്യയുടെ നിർബന്ധത്തിന് എന്ത് ചെയ്യാണ്, നമ്മൾ വീട് വിട്ട് പോവുകയാണെങ്കിൽ അത് വെച്ചാൽ പോയി കഴിഞ്ഞാൽ ഇയാൾക്കൊരു സമാധാനം ഉണ്ടാവില്ല. മനസ്സിലായി? എപ്പോഴും ഉമ്മനെ അവിടെ ഒറ്റക്കാണ്, വാപ്പ അവിടെ ഒറ്റക്കാണെന്ന് പറഞ്ഞ് അതിൻ്റെ ചർച്ച മാത്രമേ ഉണ്ടാവൂ. പിന്നെ ഇയാളുടെ മനസ്സ് വീട്ടിലായി തടി ഇവിടെ കിട്ടിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അയാൾ വീട്ടിൽ ഉറങ്ങണ സമാധാനം, നേരെ മറിച്ച് പകൽ മുഴുവൻ പ്രശ്നമാണെങ്കിൽ രാത്രി ഒന്നിച്ച് കിടക്കണമെങ്കിലും സമാധാനം ഉണ്ടാവും. വേറെ താമസിക്കുമ്പോൾ രാത്രി സമാധാനം ഉണ്ടാവില്ല, പകലും സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് അങ്ങനെ പോകണമെങ്കിൽ അത് തന്ത്രപരമായി അവിടെ വാപ്പക്കും ഉമ്മക്കും വേറെ ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ദൂരെ ജോലിയാണെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ചെറിയ ട്രാൻസ്ഫറൊക്കെ വാങ്ങിയിട്ട് എന്ത് ചെയ്യുക, തൽക്കാലം വാപ്പക്കും ഉമ്മക്കും ബോധ്യപ്പെടുന്ന ഒരു കാരണത്തിലൂടെ അവരുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ട് വരാത്ത രൂപത്തിൽ വേണമെങ്കിൽ രണ്ടുപേരുടെയും മനസ്സമ്മതത്തോടെ മാറണം. മാറാൻ തയ്യാറല്ലാത്ത ഭർത്താവിനെ നിർബന്ധിച്ച് മാറ്റിയാൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന സുഖം പോലും നിങ്ങൾക്ക് പിന്നെ കിട്ടാതെ വരാനാണ് സാധ്യത. അങ്ങനെയാണ് പല അനുഭവസ്ഥന്മാരും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് കഴിയുന്നതും ഒരു മകനൊക്കെ ആണെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ ഒന്ന് സ്വർഗീയമായി ജീവിക്കാൻ നമ്മൾ അല്പം ബുദ്ധി ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും നന്നായിരിക്കാം. അത് രണ്ടുപേരും കൂടെ ചർച്ച ചെയ്തൊരു രൂപം ഉണ്ടാക്കിയാൽ സാധ്യമാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ പ്രോഗ്രാമിൻ്റെ അവസാനത്തേക്ക് നാം കടക്കുകയാണ്. എഴുതി കിട്ടിയ ചോദ്യങ്ങൾ തന്നെ ഒരുപാടുണ്ട്. അതിൽ നിന്ന് റിപ്പീറ്റഡായി വന്ന പ്രസക്തമായ ചില ചോദ്യങ്ങൾ തിരഞ്ഞെടുക്കാനുള്ളൊരു സമയം നമുക്കിവിടെ ലഭ്യമായിട്ടുള്ളൂ. ഇത്തരം വിഷയങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അറിയാനുള്ള അവസരങ്ങളുണ്ട്. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ് ഉണ്ട്, സ്നേഹക്കൂടുണ്ട്. അതിൻ്റെയൊക്കെ സെപ്പറേറ്റ് കൗണ്ടറുകളുണ്ട്. അത് എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നൊക്കെ വളരെ വിശദമായിക്കൊണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ അറിയാൻ സാധിക്കും. നിങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്കെല്ലാം അതിലൂടെ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കാനുള്ള അവസരം ഇവിടെ ലഭ്യമാണ്. അവസാനമായിക്കൊണ്ട് നിരന്തരമായി ചോദിച്ച മറ്റൊരു ചോദ്യമാണ് ഇണക്ക് ദീനീപരമായിട്ടുള്ള ചില താല്പര്യക്കുറവ്. അത് ഭർത്താവിനാവാം, ഭാര്യക്കാവാം. ഇപ്പോൾ വസ്ത്രധാരണത്തിൽ ചില ഭാര്യമാരുടെ അത്ര ശ്രദ്ധയില്ല, നമ്മുടേതല്ലാത്ത ആദർശം സ്വീകരിക്കുന്ന ആളുകൾക്ക് അങ്ങനെ ഒരു വസ്ത്രധാരണത്തിൽ ഒരു ഗൗരവമില്ലാത്ത ആളുകളുണ്ട്. ലിബറൽ ആശയം കടന്നു വരുന്ന ആളുകളുണ്ട്. ഒരല്പം ലിബറൽ ആശയത്തിൻ്റെ സ്വാധീനത്തിൽ പെട്ടുപോകുന്നവരുണ്ട്. എങ്ങനെ ഇതിനെ നമ്മൾ മാനേജ് ചെയ്യണം, ഏത് അളവ് വരെ നമുക്ക് ഈ ഒരു വിഷയത്തിൽ നിലപാടെടുക്കാൻ സാധിക്കും എന്നാണ് ചില ആളുകൾ ചോദിച്ചിട്ടുള്ളത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ താടി വെച്ചു, അല്ലെങ്കിൽ നമ്മൾ ജമാഅത്ത് നിസ്കാരത്തിന് വേണ്ടി പോകുന്നു, നമ്മൾ വസ്ത്രം നെരിയാണിക്ക് മേലെടുത്തു, നമ്മൾ ആളുകളോട് നല്ലവർക്ക് പെരുമാറുന്നു, രാവിലെ എഴുന്നേറ്റാൽ ഒരു ജുസ് ഓതുന്നു. ഇതൊക്കെ എങ്ങനെ ഉണ്ടായത്? ആരോ നമ്മളോട് ഇങ്ങനെ നിരന്തരം പള്ളി പോണ്ടേ എന്ന് ചോദിച്ചിട്ടല്ല. നമ്മുടെ ഉള്ളിൽ അതിനുള്ളൊരു ഈമാനും ദീനും ഏതോ പ്രസംഗത്തിലോ ഏതോ സഹവാസത്തിലോ നമുക്ക് ലഭിച്ചു. ആ വിശ്വാസം നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ ആ വിശ്വാസത്തിൻ്റെ ഇഖ്തിലാൽ, അതിൻ്റെ തേട്ടമാണ് പള്ളി പോകണം, താടി വെക്കണം, സുന്നത്ത് നിസ്കരിക്കണം. അപ്പം മനസ്സിലുണ്ടാകുന്ന വിശ്വാസപരമായ നിലവാരമാണ് നമ്മളെ കർമ്മങ്ങളിലേക്ക് നയിക്കുന്നത്. അപ്പം നമ്മൾക്കുള്ള അബദ്ധം എന്താണെന്ന് വെച്ചാൽ, ഈ ബോധം ഇല്ലാത്ത ഭാര്യയോട് എപ്പോഴും നമ്മൾ പറയുന്നത് ആ ബോധത്തിൽ നിന്നുണ്ടാവേണ്ട തട്ടം, ആ ബോധത്തിൽ നിന്നുണ്ടാവേണ്ട ഹിജാബ്, ആ ഈമാനികമായിട്ടുള്ള അറിവിൽ നിന്നുണ്ടാവേണ്ട പ്രവർത്തനങ്ങൾ ഉണ്ടാവണമെന്നാണ് പറയുന്നത്. അതെങ്ങനെ ഉണ്ടാവും? തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഒരു നിരീശ്വരവാദത്തിൻ്റെ മനസ്സുള്ള ഭർത്താവിനോട് നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ അയാൾ നിസ്കരിക്കുമോ? അയാൾക്ക് ജീവിതത്തിൽ എന്ത് പ്രവൃത്തി ചെയ്യാൻ അയാൾക്ക് പ്രശ്നം ഉണ്ടാവില്ല. നിസ്കരിക്കാൻ അയാളോട് കഴിയൂല. അത്രയും ഭാരമുള്ള പ്രവർത്തനമാണ് വിശ്വാസമില്ലാതെ നിസ്കരിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും ശ്രമിക്കേണ്ടത് എന്തിനാ വെച്ചാൽ, തട്ടമിടിക്കാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്, തട്ടമിടാനുള്ള മനസ്സുണ്ടാക്കാനാണ് ശ്രമിക്കേണ്ടത്. മനസ്സിലായില്ലേ? നിസ്കരിക്കാനല്ല നമ്മൾ പറയുന്നത്, നിസ്കരിക്കാനുള്ള വിശ്വാസവും മനസ്സും ഉണ്ടാക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അതിനെന്താണെന്ന് വെച്ചാൽ നല്ല ഡിസ്കഷൻസാണ്. നല്ല ഡിസ്കഷൻസ്, അതായത് നമ്മൾ പരസ്പരം സ്നേഹിക്കുന്ന ആളുകളാകണോണ്ട് എന്താ അറിയോ, നമ്മൾ ഉൾക്കൊണ്ട കാര്യങ്ങൾ, ആശയങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്യുക. നമ്മുടെ വിശ്വാസം, നമുക്കെങ്ങനെ പരലോകം ബോധ്യപ്പെട്ടത്, നമുക്കെങ്ങനെ പടച്ചോനെ ബോധ്യപ്പെട്ടത്, നമുക്കെങ്ങനെ ഈ അള്ളാഹിനെ കുറിച്ച് പേടിയുണ്ടായത്, ആ ആശയങ്ങളുടെ കൈമാറ്റമാണ് നടക്കേണ്ടത്. അതൊരാളുടെ ഹൃദയത്തേക്ക് പറ്റും. ചിലപ്പോൾ നിങ്ങളുടെ സഹപ്രവർത്തകന് നിങ്ങൾ പറഞ്ഞു കൊടുത്ത ഒരു 5 മിനിറ്റ് ക്ലിപ്പ് അല്ലെങ്കിൽ ഒരാശയം അയാളെ ജീവിതത്തെ പരിവർത്തിപ്പിക്കുമെങ്കിൽ അങ്ങനെ തന്നെ ഭാര്യ മാറുള്ളൂ, അങ്ങനെ തന്നെ ഭർത്താവ് മാറുള്ളൂ. പിന്നെ സമ്മർദ്ദങ്ങൾ ചെലുത്താം, സ്നേഹ സമ്മർദ്ദങ്ങൾ ചെലുത്താം. അതായത് നമ്മളിപ്പോൾ
ഒരു ഇഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്തു കൊടുക്കുമ്പോൾ അതിനൊരു പകരം നിലയ്ക്ക് നിങ്ങളൊന്ന് ക്ലാസ്സിന് വരുമോ, അല്ലെങ്കിൽ നമുക്കൊന്ന് എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു പുതിയ ലേണിംഗ് ക്ലാസ് തുടങ്ങുന്നുണ്ട്, നമുക്ക് രണ്ടാക്കൊന്ന് പോയി നോക്കാം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരെ നമ്മൾക്ക് സമ്മർദ്ദങ്ങൾ ചെലുത്താം. നല്ല നിലയ്ക്ക് നമുക്ക് അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന വഴിയിലേക്ക് അവരെ കൊണ്ട് നമുക്ക് ഒന്നിച്ചൊന്ന് റേഡിയോ കേൾക്കാം, അല്ലെങ്കിൽ ഒന്നിച്ച് നേർവഴി കേൾക്കാം, അല്ലെങ്കിൽ ഒന്നിച്ച് ഖുർആൻ വായിക്കാം, ഒന്നിച്ചൊരു പുസ്തകം വായിക്കാം, ഡിസ്കസ് ചെയ്യാം. അതൊക്കെ നമുക്ക് പറ്റും. ചിലപ്പോൾ നമുക്കൊരു 5 ദിവസം വെക്കേഷൻ സമയത്ത് ഒരു ടൂർ പ്ലാൻ ചെയ്തിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ വെക്കേഷൻ സ്ഥലത്ത് നമ്മൾ താമസിക്കാം. അവിടെ നമ്മുടെ ഡിസ്കഷൻ്റെ മാറ്റർ ഇതായിരിക്കും എന്ന് പറയാം, എന്നിട്ട് തുറന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മളൊന്ന് റെഫർ ചെയ്തതിനൊക്കെ റെഡി ആവുക. ഇത് സന്ദർഭം ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴൊക്കെ ഇതിങ്ങനെ പറഞ്ഞ് വെറുപ്പിച്ച് നമ്മളെ കാണാൻ പോലും അവർക്ക് ഇഷ്ടമില്ലാത്ത കോലത്തിലേക്ക് എന്ത് ചെയ്യാണ് മക്കളൊക്കെ അങ്ങനെയാണ് അകന്നു പോണത്. മക്കളോട് പറഞ്ഞ് പിന്നെ മക്കൾക്ക് വീട്ടിൽ വരാൻ തോന്നൂല. അങ്ങനെയാണ് പിന്നെ മക്കൾ നമ്മളിന്ന് അകന്നു പോകുന്നത്. അപ്പോൾ അകറ്റുകയല്ല വേണ്ടത്, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കത്തക്ക വിധത്തിലുള്ളൊരു ഈമാൻ അവിടെ ഹൃദയങ്ങളിൽ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളിലൂടെ മാത്രമേ നമുക്കൊരു വ്യക്തിയെ മാറ്റാൻ പറ്റുള്ളൂ. നമ്മുടെ ഈമാൻ അനുസരിച്ച് വേറൊരാൾ പ്രവർത്തിക്കണമെന്ന് പറയുന്നതിൽ ഒരു ലോജിക്കും ഇല്ല. അയാൾക്ക് വിശ്വാസമുണ്ടെങ്കിലേ അയാൾക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ഇവിടെയാണ് നമുക്ക് അപകടം സംഭവിക്കുന്നത്. അവർക്ക് വിശ്വാസമില്ലാത്ത കാര്യത്തിൽ അവരെ നിർബന്ധിക്കുമ്പോൾ അത് അവരെ ബുദ്ധിമുട്ടിക്കലാണ്, വെറുപ്പിക്കലാണ്. നമ്മളെ കൊണ്ട് അവർക്കൊരു പ്രയാസം ഉണ്ടാകുക മാത്രമേ ചെയ്യൂ. അൽഹംദുലില്ലാ, നമ്മുടെ ഈ ഒരു സെഷൻ അതിനനുവദിച്ച സമയം ഇവിടെ കഴിയുകയാണ്. ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ സാധിച്ചു. അതിൻ്റെ അപ്പുറം പല വിഷയങ്ങളും ചർച്ച ചെയ്യാനുണ്ട്. അതിനുള്ള അവസരങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇവിടുത്തെ സ്റ്റാളുകളിലായി നിങ്ങൾക്ക് എത്തിച്ചു തരുന്നത്. അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. കൂടുതൽ പുതുമകളും അള്ളാഹു ഇത് നമ്മിൽ നിന്ന് ഒരു തുടങ്ങി ഞാനാവേണ്ട ഒരു വാക്യം പറഞ്ഞ് അവസാനിക്കാൻ വിചാരിക്കുന്നു. എനിക്ക് ഉണ്ടായ ഒരു അനുഭവം ഞാനോട് പറയും. ഒരു ആൾ മരിച്ചു കഴിഞ്ഞപ്പോൾ എന്താ വെച്ചാൽ അയാളുടെ വൈഫ് ഭയങ്കരമായി വിഷമിക്കുന്നു, കരയുന്നു. ഒരു നിലക്കും അവരെ സമാധാനിപ്പിക്കാൻ ആർക്കും പറ്റണില്ല. അപ്പോൾ മക്കളുടെ ഒരു സംശയം എന്നോട് ചോദിച്ചാണ്. മക്കൾ ചോദിച്ച സംശയം, ജീവിച്ചിരിക്കുന്ന കാലത്ത് സമാധാനത്തോടു കൂടെ വാപ്പയും ഉമ്മയും ഒപ്പം നിൽക്കണം ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ വാപ്പ മരിച്ചിട്ട് ഇന്ന് വരെ അയൽപക്കത്ത് എവിടെയും ഒരു മരണം നടന്നിട്ടും കാണാത്ത അത്ര ഭയങ്കരമായ വിഷമം എന്താണ് ഉമ്മക്കുണ്ടാവാൻ കാരണം എന്നുള്ളതാണ്. എന്താ സംഗതി അറിയങ്ങൾ, ഈ ഒന്നിച്ചിരിക്കുമ്പോൾ ഇണകളുടെ വില അറിയാത്തവർക്ക് മരിച്ച ശരിക്കും മനസ്സിലാവും. അപ്പോൾ ഈ നമുക്കൊക്കെ നമ്മളെ ഭാര്യമാരെ വില അറിയണമെങ്കിൽ എന്തിനാണ് ഒരു നമ്മളപ്പം ഇല്ലാതെക്കണം. ഭർത്താവിൻ്റെ വില അറിയണമെങ്കിൽ അയാൾ ഇല്ലാതിരിക്കണം, ശരിക്കും മനസ്സിലാവും. കാരണം മരിച്ചു പോയ ഭർത്താവിനെക്കുറിച്ചും മരിച്ചു പോയ ഭാര്യയെക്കുറിച്ചും പറയുമ്പോൾ കണ്ണീര് വരാത്ത ആരുമില്ല. കാരണം സജീവമായി ഒന്നിച്ച് ജീവിക്കാൻ നമുക്ക് വില അറിയില്ല. നമുക്ക് വേണ്ടി നമ്മുടെ ഭാര്യ എന്തുമാത്രം പ്രയാസപ്പെടുന്നുണ്ട് എന്ന് അറിയണമെങ്കിൽ അവൾ എല്ലാ ജോലിയും അവസാനിപ്പിച്ചിട്ട് അണ്ട് ഇല്ലാതാകണം. അപ്പോഴാണ് അവളുടെ ഡ്യൂട്ടീസ് എന്തൊക്കെ ആയിരുന്നു എന്ന് ആ ശൂന്യതയിൽ നമുക്ക് മനസ്സിലാവും. നമ്മുടെ മക്കളേറ്റ് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ മനസ്സിലാവും, തിരിച്ചു മനസ്സിലാവും. നമ്മളത് പോയിട്ട് ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ നമ്മൾ എത്രമാത്രം സ്വാധീനമുണ്ടായിരുന്നു എന്ന്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇന്ന് അവരൊക്കെ നമ്മളൊപ്പം ഉണ്ടല്ലോ അല്ലേ, ഇന്ന് വൈഫ് നമ്മളൊപ്പം അല്ലേ. അതുകൊണ്ട് ഇന്ന് ആ വില മനസ്സിലാക്കിയാൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്ന നിങ്ങളുടെ ഭാര്യ, അതിനേക്കാളും വിലപ്പെട്ട ഒന്നും നിങ്ങളുടെ കൈവശം ഇന്നില്ല. നിങ്ങളുടെ ഭർത്താവ്, അതിനേക്കാളും നിങ്ങളുടെ ജീവിതത്തിൽ നിർത്താൻ മറ്റൊന്നില്ല. ആ രണ്ട് വിലയും ഒന്നിച്ചുറങ്ങിയിട്ടും മനസ്സിലാകാത്തവർക്ക് മനസ്സിലാകുമ്പോഴാണ് ജീവിതം അതിൻ്റെ പരിപൂർണത പ്രാപിക്കുന്നത്. പ്രയത്നിച്ചും പ്രാർത്ഥിച്ചും അത്തരമൊരു അനുഗ്രഹീതമായ സമാധാനപൂർണ്ണമായ ദാമ്പത്യം നേടാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.